ഏവർക്കും നമസ്കാരം. സ്വാഗതം. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിലേക്കും ക്ഷേത്രത്തിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഈ മണികണ്ഠൻ ആൽത്തറയിൽ നിന്നാണ് മണ്ഡലകാലത്ത് ഭഗവാന്റെ തിരുവാഭരണം ഘോഷയാത്രയായി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് അച്ചൻകോവിലാറിൻ്റെ തീരത്താണ്. പമ്പയുടെ ഒരു പോഷക നദിയാണ് അച്ചൻകോവിലാർ. പശുക്കിടാമേട്, രാമക്കൽ തേരി, കൃഷിമല എന്നിവിടങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നിരവധി ചെറുപുഴകൾ യോജിച്ചതാണ് അച്ചൻകോവിലാർ രൂപപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 112 കിലോമീറ്ററാണ് ഈ നദി ഒഴുകുന്നത്. അവസാനം ആലപ്പുഴ ജില്ലയിലെ വിയപുരത്ത് വെച്ച് ഈ നദി പമ്പാ നദിയിൽ ലയിക്കുന്നു. തുടക്കത്തിൽ വടക്കു പടിഞ്ഞാറായി ഒഴുകുന്ന ഈ പുഴ കുമ്പഴ എന്ന സ്ഥലത്തെത്തി കല്ലാർ എന്ന പ്രധാന കൈവഴിയുമായി ഒത്തുചേർന്ന് പടിഞ്ഞാറേക്ക് തിരിയുന്നു. തറയിൽ മുക്കിനടുത്ത് വെച്ച് ഈ ആറിൻ്റെ ഒരു കൈവഴി പിരിഞ്ഞ് കുട്ടമ്പേരൂർ വഴി വടക്കോട്ടൊഴുകി പരുമലയ്ക്കടുത്തായി പമ്പാ നദിയോട് ചേരുന്നു. മാവേലിക്കര കഴിഞ്ഞു പല ശാഖകളായി പിരിഞ്ഞും വളഞ്ഞും കുറേശ്ശെ ഗതിമാറിയും ഒഴുകുന്ന ഈ പുഴയുടെ ഇരു കരകളിലും എക്കലടിഞ്ഞ് ഫലഭൂഷ്ടമായ സമതലങ്ങളാണുള്ളത്. ഇവിടങ്ങളിൽ കരിമ്പ് കൃഷിയായി ധാരാളമായി ചെയ്തു വരുന്നു. കിഴക്ക് നിന്ന് ഒഴുകി പന്തളം ക്ഷേത്രത്തിലെത്തി വടക്കോട്ടൊഴുകുന്ന രീതിയിലാണ് അച്ചൻകോവിലാർ ഇവിടെ കാണപ്പെടുന്നത്. പന്തളം കൊട്ടാരത്തിന് പുറമെ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ വിഷു ഉത്സവം നടക്കുന്ന വെൺമണിയിലെ ഷാർങ്ങക്കാവ്, അതായത് ചാമക്കാവും അച്ചൻകോവിലാറിൻ്റെ തീരത്താണ്. പന്തളം രാജകുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണ് വലിയ കോയിക്കൽ ക്ഷേത്രം. ഇന്ത്യയിലെ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പന്തളം കൊട്ടാരവളപ്പിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ അയ്യപ്പനാണ്. എല്ലാ വർഷവും മകരവിളക്ക് ഉത്സവത്തിനു മുമ്പ് ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണത്തിൻ്റെ ഘോഷയാത്ര വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ്